മലയാളം സീസൺ 6 ഉറപ്പായ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? 50% കൺഫേംഡ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേരും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. കാര്യം ഞാനും ചെയ്യുന്നതാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര വ്യൂസ് ആണ്. അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഒപ്പിക്കാൻ പറ്റും. എല്ലാം നല്ല കാര്യമാണ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ കണ്ടന്റിന്റെ ശാഖരയാണ് അല്ലേ. ഇപ്പം പുതിയതായിട്ട് പല ആൾക്കാരും ചാനൽ തുടങ്ങുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ സംബന്ധിച്ച് പല കാര്യങ്ങളും, ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം. ഷോയിൽ അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന കണ്ടസ്റ്റൻസ്, അപ്പോൾ അവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴും പകുതി പേരും എന്താ വരുന്നത്, മാക്സിമം സീക്രട്ട് ആയിട്ട് വെക്കാൻ നോക്കും. കാര്യം ഇത് പുറത്ത് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ശരിയാണ്, ബിഗ് ബോസിനകത്ത് കാല് വെക്കുന്നത് വരെ ഈ ഒരു ന്യൂസ് പുറത്ത് വരരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വിളിച്ചവർ പോലും പല ആൾക്കാരെയും പേഴ്സണലി വിളിച്ചിട്ട് പറയുന്നുമുണ്ട്. ഇപ്പോഴും പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. പല യൂട്യൂബേഴ്സിനെയും വിളിച്ചിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് മാറ്റുമോ, അത് പറയരുത്, പ്രശ്നമാവുന്നു. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള ആൾക്കാരെ അറിയാവുന്നവരുണ്ട്. ബിഗ് ബോസിൽ പോകാനായിട്ട് ഇത് കണക്ക് ഓഡീഷൻ കോളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും സെക്കൻഡ് ഓഡീഷനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിൽ നിന്ന് പേര് മാറ്റണം, എടുക്കണം, പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരല്ലേ എന്നൊക്കെ മുമ്പേ പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഒരു പയ്യൻ, എനിക്ക് ഒന്ന് കഴിഞ്ഞ സീസണിലാണ് തൊട്ടാന്ന് തോന്നുന്നു വീഡിയോസ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ കഴിഞ്ഞ സീസണിലാണ് പുള്ളിക്കാരനെ ആക്ച്വലി കണ്ടിട്ടുള്ളത്. അപ്പം പുള്ളിയുടെ ഒരു വീഡിയോ ഇപ്പോൾ കുറച്ച് മുന്നേ ഇട്ടേക്കുന്നത്, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉറപ്പായ ആരൊക്കെ 50% കൺഫേംഡ് ലിസ്റ്റ്, സീസൺ 6 കത്തി കയറും. ഓക്കെ, അപ്പം 50% കൺഫേംഡ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റാണ് പുള്ളി പറയണത്. ഇത് ശരിക്കും ബിഗ് ബോസ് ഓഡീഷൻ കഴിയുമ്പം ഇപ്പം 1, 2, 3 ഇന്റർവ്യൂ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓഡീഷൻ കഴിയുമ്പോഴും അവർ ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിത് പുറത്ത് പറയല്ലേ, വേറെ ആരും അറിയല്ലേ എന്ന്. ആ ഒരു ഷോയുടെ രീതിയാണത്. അതാരും പറയത്തില്ല. അവിടെ പോകുന്നത് വരെ അതെല്ലാവർക്കും അറിയാം. ക്ലോസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. കാര്യം ഈവൻ ജുനൈസിൻ്റെ ഒക്കെ കേസ് ഞാൻ പറയാം. കഴിഞ്ഞ സീസണിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ ജുനൈസൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിന് പേരിടല്ലേന്ന് വരെ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ചില കേസസ് ന്യൂസൊക്കെ ലീക്ക് ആവും. അവിടെയൊക്കെ സോഴ്സ് ഉള്ളവർക്ക് നിന്ന് ലീക്ക് ആവുന്നതാണ്. പക്ഷെ ഇപ്പം ഈ പയ്യൻ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് കൺഫേം, ഈ 50% കൺഫേംഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് കയറുന്നവരുടെയും കൂടെ ചാൻസ് ആണ് ഇല്ലാതാക്കുന്നത്. കാര്യം അവരെ സംബന്ധിച്ച് ഒരു ചെറിയ സംഭവം കിട്ടിയാൽ മതി. ഈ പുള്ളിക്കാരൻ തൊപ്പിയുടെ ഒക്കെ കേസ് പറയുന്നുണ്ട്. തൊപ്പി കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്, അതേതൊക്കെ തൊപ്പിക്ക് കോള് പോകില്ലെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ തൊപ്പി തന്നെ വന്ന് തൊപ്പിയുടെ ലൈവിനകത്തൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ച്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ കയറുന്നതും കൂടെ സംഭവം മുടങ്ങുവാണ്. ഇതൊക്കെ ഭയങ്കര വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും അൻസിഫ് പറഞ്ഞ കുറച്ച് കാര്യമാണ് കേട്ടോക്കാം. മലയാളം സീസൺ 6 ഉറപ്പായ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? 50% കൺഫേംഡ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേരും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സീസൺ 6 എന്തായാലും അടിപൊളിയാവും. തീ പാറിപ്പറക്കും, കത്തിക്കയറും. കാരണം സെലക്ഷൻ പ്രോസസ്സ് അത്ര അടിപൊളിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കാത്ത പലരും ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തതായിട്ടാണ് അറിയുന്നത്. അവസാന നിമിഷത്തിൽ ഫൈനലൈസ്ഡ് ആവുന്നത് കോൺട്രവേഴ്സി കിങ്ങുകളും ക്യൂനുകളും ആണെങ്കിൽ എൻ്റെ പൊന്നെ, പിന്നെ ഒന്നും പറയണ്ട, സീസൺ പൊളിയായിരിക്കും. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ പറയുന്നു ഇത് കണക്ക് കൺഫേംഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതാണ് മറ്റേന്നൊക്കെ എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ സെക്കൻഡ് ഓഡീഷൻ വിളിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോഴും കൺഫേംഡ് ആയിട്ട് അവരുടെ ഒരു ലിസ്റ്റിനകത്ത് അവർ വെച്ചിട്ടുള്ളൂ എന്നാണ് എനിക്കറിയാൻ സാധിച്ചതും. എനിക്കറിയാവുന്ന നേരത്തെ ഉണ്ടായിരുന്ന ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിനെയും ഈ സീസൺ 1 തൊട്ടുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് കോൺടാക്റ്റും ഉണ്ട്. അത് മാത്രമല്ല, ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോൺടാക്ട്സിൽ നിന്ന് നമുക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരിക്കലും കൺഫേംഡ് ആയിട്ടെന്ന് ഒരു മനുഷ്യരെയും പറയാൻ പറ്റില്ല. ഫസ്റ്റും സെക്കൻഡും വിളിച്ചവരെ പോലും തേർഡ് പോലും വിളിക്കാത്തവരുടെയൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. കുറേ സീസണുകളിലൊക്കെ പോയവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴേ വന്ന് ഈ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും ഇങ്ങനെ ഇടുമ്പം അതിനകത്ത് എന്തെങ്കിലും ഈ വിളിച്ച ഓഡീഷൻ കഴിഞ്ഞ് കാണും. പക്ഷേ കൺഫേംഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും പറയാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാര്യം കയറാൻ പറ്റുന്നവരുടെയും കൂടെ ചാൻസ് ആണ് ഇവിടെ ഇല്ലാതാക്കാൻ പോണത്. അത് എപ്പോഴും മനസ്സിലാക്കുക. ബിഗ് ബോസ് എന്ന് പറയുമ്പം വ്യൂസ് ആണ്, വ്യൂവർഷിപ്പ് മാറ്റേഴ്സ്. അത് ശരിയാണ്. വ്യൂസിന് വേണ്ടിയിട്ടും പിന്നെ ഈ അറിയാവുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കൊണ്ട് കൊടുക്കുന്നതും ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്താണ് സംഭവം. കാര്യം ഈ പറയുന്ന സീസൺ 5 പോലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല. സീസൺ 6 ഭയങ്കരമായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
സീസൺ 6ന്റെ അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. സീസൺ 6നെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. പ്രഡിക്ഷൻ ലിസ്റ്റിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസും ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ക ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം വന്ന് ചെയ്യുന്നതായിരിക്കും നല്ല കാര്യം. ബിക്കോസ് സീസൺ ഇനിയും തുടങ്ങാനായിട്ട് ടൈമുണ്ട്. അപ്പോൾ ആ ടൈമും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന രേവതി, എക്സാമ്പിൾ ബിഗ് ബോസ് രേവതി, പുള്ളിക്കാരത്തി പറയുന്ന അത്യാവശ്യം എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പുള്ളിക്കാരത്തിയുടെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും. ഇപ്പം ഞാൻ ഉൾപ്പെടെ ശരിയായിരിക്കും. പുള്ളിക്കാരത്തി എന്തായിരിക്കും പറയാൻ പോകുന്നത്? കാര്യം പുള്ളിക്കാരത്തി പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം കൺഫേംഡ് ആയിട്ടുമുണ്ട്. ഇതാണ് പക്ഷേ വെറുതെ വന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. 50% കൺഫേംഡ് ആയിട്ടെന്ന് പറഞ്ഞുള്ള ന്യൂസ് ഇപ്പോഴേ വന്ന് നേരത്തെ വന്ന് ഇങ്ങനെ പുറത്തു വിടാറുമില്ല. പക്ഷേ ഇത് ഇത്ര നേരത്തെ വന്ന് ഇങ്ങനെയൊക്കെ വന്ന് 50% പുറത്തു വിടുക എന്ന് പറയുമ്പോഴത്തേക്കൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. എൻ്റെ ബ്രോ, എല്ലാവരും ബിഗ് ബോസ് കണ്ടന്റ് ചെയ്യുന്നതാണ്. കാര്യം ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇത്ര ഏർലി സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ കൺഫേംഡ് ആണെന്ന് പറഞ്ഞാൽ അവർക്കും കൂടി ആയിരിക്കും അത് ബാധിക്കുന്നത്. 50% കൺഫേംഡ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. 50% എന്ന് പറഞ്ഞത് 99% എന്ന് പറഞ്ഞാലും വീട്ടിനകത്ത് കയറി അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വാസ്തവം. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന ലിസ്റ്റിലുള്ള എല്ലാവരെയും ബിഗ് ബോസ് വിളിച്ചതുമാണ്. അവർ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ഓഡിഷൻ കോൾസ് അറ്റൻഡ് ചെയ്തവരുമാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ബിഗ് ബോസിലേക്ക് എപ്പോഴും ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് അവസാനം അവർ ഫൈനലൈസ്ഡ് ആക്കുന്നത് വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വാ പൂട്ടി മിണ്ടാതിരിക്കാത്ത കുറേ ആൾക്കാർ, നല്ല പുറത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അകത്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ പലരും വാ തുറക്കാറില്ല. അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഈ ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് കിട്ടിയ ഇൻഫർമേഷൻസിൻ്റെയും എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ്റെയും ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു 50% കൺഫേംഡ് ലിസ്റ്റ് ഇടുന്നത്. പുള്ളിയുടെ തന്നെ കുറച്ച് കൺഫേം ലിസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ ഇട്ടൊരു കാര്യം എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ എന്തായാലും തമ്മിലിനകത്ത് ഈ 50% എന്നൊക്കെ എഴുതി ഇടുമ്പോഴത്തേക്ക് ഈ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അത് അവരെ ഈവൻ കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണെങ്കിൽ പോലും അവരെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. കാര്യം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട്, കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നിങ്ങൾ ആരും വിചാരിക്കുന്നതല്ല. കാര്യം അതിനകത്തൊന്ന് കയറി പറ്റുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിട്ട് ഒരിക്കലും കാണുകയും ചെയ്യരുത്. ബിഗ് ബോസ് കാര്യം അത്യാവശ്യം എല്ലാവരും, കാര്യം മലയാളികളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. പക്ഷെ അതിനകത്തൊന്ന് കയറി പറ്റുക എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും കുറേ വിവരം കെട്ടവന്മാർ വിചാരിക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഏത് പൊട്ടനും കയറാൻ പറ്റി കൊടുക്കുക, ഒന്നും നടക്കുന്ന കാര്യമല്ല. ബിഗ് ബോസിൽ ചെന്ന് അവരുടെ ഓഡീഷൻ ഉണ്ട്, അവരുടെ കുറേ പ്രോസസ്സ് ഉണ്ട്, അവരുടെ ഒരു ടീമുണ്ട്. പല രീതിയിലും നമ്മളെ ചെക്ക് ചെയ്ത് നമ്മുടെ എങ്ങനെയാണ് ഈവൻ നമ്മൾ ഒരു ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ പെരുമാറും, നമുക്ക് ഷൈ ഉണ്ടോ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ കണ്ടന്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് പല ആൾക്കാരും സെലക്ട് ചെയ്ത് അതിനകത്തോട്ട് വിടുന്നത്. ഈ പ്രാവശ്യമെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യണമെന്നാണ് എനിക്കും പേഴ്സണലി ഭയങ്കര അഭിപ്രായം. കാര്യം ചുമ്മാ അതിനകത്ത് പോയിട്ട് ചുമ്മാ ഉറങ്ങി എടുത്ത് തിരിച്ചു വരാനുള്ള പരിപാടിയാണെങ്കിൽ കഴിവതും കയറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.